ഇത് നമുക്ക് ഒരു PVC പ്ലാന്റ് ഹാങ്ങറും അതുപോലെ PVC സ്റ്റാൻഡും PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്റ്റാൻഡുമാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ പ്ലാന്റ് കെയർ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് PVC പൈപ്പ് യൂസ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് നമ്മുടെ ഗാർഡൻ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നും അതുപോലെ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 ഐഡിയാസാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു SULUZ ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗാർഡനിൽ നല്ല മനോഹരമായിട്ട് PVCയുടെ പഴയ പൈപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളാണ്. പഴയ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. എന്നാൽ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ആ പൈപ്പിൻ്റെ ഒരു പൈപ്പാണെന്നൊന്നും പറയുകയില്ല. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്നത് ഒരു PVC പൈപ്പാണ്. അപ്പോൾ പഴയ PVC പാത്തി ഉണ്ടല്ലോ, നമ്മൾ ഷീറ്റൊക്കെ ചെയ്തിട്ടുള്ളവരുടെ വീട്ടിൽ പഴയ പാത്തികളൊക്കെ ഉണ്ടാവും. ഈ പൈപ്പ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതൊരു ഹാങ്ങിങ് ആയിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇത് കണ്ടോ, മുകളിലായിട്ട് ഇത് ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കണ്ടോ. ഇപ്പോൾ ഫേൺസാണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല, കാരണം ഇത് ഞാൻ ചെയ്തിട്ട് കുറേ നാളായതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ഗാർഡൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഒരു ഐഡിയ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ബുഷായിട്ട് വളരുന്ന പ്ലാന്റ്സൊക്കെ ഇങ്ങനെയുള്ള PVC പൈപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഫേൺസാണ്. 2-3 ഫേൺസ്, 2-3 വെറൈറ്റി ഫേൺസ് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. കുറച്ച് ബുഷായിട്ട് വരുന്നതേ ഉള്ളൂ. നിറഞ്ഞു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ചെയ്തേക്കുന്നത് PVC പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലേഡീസ് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു 2 കോട്ട് യെല്ലോ കളറിലെ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഈ മുളയുടെ ഒരു ഡിസൈൻ ചുമ്മാ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഗ്രീനും ഒരു ബ്രൗൺ കളർ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത കേട്ടോ. ഒരുപാടങ്ങ് ഭംഗിയായിട്ടൊന്നും അല്ല, എന്നാലും ഒരു വൃത്തിയായിട്ടൊന്ന് ചെയ്തു എന്ന് മാത്രം. അതുപോലെ എൻഡ് ക്യാപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡ് ക്യാപ്പ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കിടക്കുന്ന മണ്ണൊക്കെ പോവും. അതുകൊണ്ട് നമ്മൾ എൻഡ് ക്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ഒരു 4 പാത്തി ഞാൻ ഒരു ചങ്ങലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നേരത്തെ ഒരു കയറിലാണ് ഇട്ടിരുന്നത്. കയർ അത്ര ബലമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചങ്ങലയിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെയിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ വളരെ നല്ലതാണത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഈ ഒരു യെല്ലോയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പെയിൻറ്റ് യൂസ് ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ ഫെയ്ഡ് ആവുന്നതായിട്ട് കാണത്തില്ല, പെട്ടെന്ന് ഇളകി പോകത്തുമില്ല. ഒരു 2 കോട്ട് കൊടുക്കേണ്ടി വരും നമ്മളൊരു പൈപ്പിൽ. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീനും ബ്രൗണും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുളയുടെ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഇത് ചെറിയൊരു എമൗണ്ട് മതി, അതുകൊണ്ട് ചെറിയൊരു ടിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ യെല്ലോയും ഈ ഗ്രീനും ബ്രൗണും കൂടി തന്നെ ഒരുപാട് പൈപ്പിന് അടിക്കാൻ കാണും. ഒരു പൈപ്പിന് മാത്രമല്ല, നമ്മൾ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. അടച്ച് ടൈറ്റായിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ വെക്കുന്ന സ്ഥലത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് PVC പൈപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഓർക്കിഡ് വെച്ചിരിക്കുകയാണ്. അതൊക്കെ നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഞാൻ ഇതുപോലെ PVCയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡുകളാണ് ഇതെല്ലാം. ഈ PVC പൈപ്പൊക്കെ ഞാനൊരു 6.5 വർഷമൊക്കെ മുമ്പ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ചെറിയതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഇതിൽ നമ്മുടെ മൊക്കാറ ഇങ്ങനെ വേരുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ടൊന്നും കഴിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഒരുപാടങ്ങ് ഫെയ്ഡായിട്ടില്ല, കാരണം നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. പെട്ടെന്ന് കണ്ടാൽ മുളയാണെന്ന് തന്നെ പറയത്തുള്ളൂ. PVC പൈപ്പാണിത് ശരിക്കും. അപ്പോൾ ഇത്രയും വർഷമായാലും വലിയ പ്രോബ്ലം ഇല്ലാതെ ഈ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്താൽ നിന്നോളും.
അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഒരു നല്ല വലിപ്പമുള്ളൊരു പൈപ്പ് അതൊരു ചട്ടിയിലേക്ക് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. മണ്ണിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ സിമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. മണ്ണ് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്ലാന്റ് ഇതുപോലെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് മണ്ണ് തന്നെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ PVC പൈപ്പ് ഫിക്സ് ആക്കി വെച്ചേക്കുന്നത്. മണ്ണാകുമ്പോൾ കുറച്ചൊന്നും അത്ര ഉറക്കത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ വളർത്താൻ പറ്റും. അതുപോലെ പിന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് മാറ്റാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ഞാൻ ഈ PVC പൈപ്പ് യൂസ് ചെയ്തിട്ട് ഓർക്കിഡ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ ക്രീപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 പൈപ്പ് വേറെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് നോക്കാം. ഈ കാണുന്നതും ഇതുപോലെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് 2 പൈപ്പ് ഇതുപോലെ കുഴിച്ചിട്ടേക്കുവാണ്. കുഴിച്ചിട്ടിട്ട് നമ്മൾ അത് കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞൊരു ക്രീപ്പർ പ്ലാന്റ്, ഫ്ലവറിങ് പ്ലാന്റ് ആണ്, അത് പടർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പടർന്ന് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ, പോട്ടിൽ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ പ്ലാന്റ്. ഇതാണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത്, യെല്ലോ ഫ്ലവർ വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീപ്പറായിട്ട് കയറിപ്പോവും. എന്നിട്ട് ഇത് ഹാങ് ചെയ്ത് താഴോട്ട് വരികയും ചെയ്യും. അങ്ങനെ ഇത് നന്നായിട്ട് പടർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ വരും. ഇപ്പോൾ ജസ്റ്റ് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ടർട്ടിൽ വൈനും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് PVC പൈപ്പിൽ. എനിക്ക് ഈ ബാമ്പൂവിൽ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ബാമ്പൂ അത്ര അവൈലബിൾ അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തത് ഒരു മുളയുടെ ഷേപ്പിൽ ഒരു പൈപ്പിൽ കളർ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫിനിഷിങ്ങിലൊന്നും അല്ല ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ആവറേജ് ഒരു ഐഡിയയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം, മുള കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തടിയുടെ കളർ വുഡൻ കളറായിട്ട് കൊടുക്കാം. ബ്രൗൺ മാത്രം അടിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഷെയ്ഡ് കൊടുത്താൽ ഒരു വുഡൻ ഫീല് വരും. അതുപോലെ തന്നെ വൈറ്റ് കൊടുക്കാം, വൈറ്റ് നല്ല രസമാണ്. പക്ഷേ അന്ന് ഞാനിതുപോലെ മുളയുടെ കളർ തന്നെ കൊടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വൈറ്റും മുളയുടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ കളറിൽ തന്നെ എല്ലാം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് ചെയ്താലും സിമ്പിളാണ്. വൈറ്റ് 2-3 ഷെയ്ഡ് അടിക്കേണ്ടി വരും, എങ്കിൽ 2-3 കോട്ട് അടിച്ചാൽ മാത്രമേ വൈറ്റൊക്കെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. പിന്നെ പെട്ടെന്ന് അഴുക്കാവും. എനിക്ക് റോഡ് സൈഡാണ്, അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവുകയും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് വൈറ്റ് യൂസ് ചെയ്യാതെ ഈ ഒരു കളറ് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് മുളയുടെ ഒരു ഷേപ്പ് ചെയ്തേക്കുന്നത്. ഈ ടർട്ടിൽ വൈൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ബുഷായിട്ടില്ല, അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു 1.5 മാസം ആയിട്ടുണ്ട്, ഒരു ടൈം കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ കളറൊന്നും കാണില്ല, നല്ല തിക്കായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു PVC ഹാങ്ങിങ്ങും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഈ PVC സ്റ്റാൻഡിൻ്റെയൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.